കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ആത്മീക യാത്ര എന്ന ടൈറ്റിലിൽ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്തു നിന്ന് ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത് എരിഹോ നമ്മുടെ പോരാട്ട സ്ഥലമാണ്. എരിഹോയിലാണ് നമുക്ക് യുദ്ധമുള്ളത്. നമ്മുടെ ആത്മീക യുദ്ധത്തിൻ്റെ മേഖലയാണ് എരിഹോ എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. എരിഹോ എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് പ്രൈസ്, സ്തുതിയുടെയും നിശബ്ദതയുടെയും ശക്തി അറിയുന്ന സ്ഥലമാണ് എരിഹോ എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. എരിഹോവിൽ സ്തുതിയുടെ ശക്തി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എരിഹോവിൽ കൂടെ യാത്ര ചെയ്തു പോകുന്ന ദൈവമക്കളോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ, എരിഹോ കോട്ട പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്ത് ഇറങ്ങിയില്ല, ആരും അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പോട്ടിൽ 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുകളിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തിൽ ചുറ്റണം. പുരോഹിതന്മാർ കാഹളം ഊതണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളം കേൾക്കുമ്പോൾ ജനമൊക്കെ ഉച്ചത്തിൽ ആർപ്പിടണം. എന്നാൽ അവരോട് പ്രത്യേകം പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനുണ്ട്. നിങ്ങൾ പെട്ടകത്തിൻ്റെ പിന്നാലെ ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ നിശബ്ദരായിരിക്കണം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സ്തോത്രം. എരിഹോ മതിൽ ഞാൻ പറഞ്ഞല്ലോ, എരിഹോ മതിൽ ഏതാണ്ട് 60 അടിയോളം പൊക്കമുള്ള 7 കുതിരകളെ പൂട്ടിയ രഥങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രാഹാബ് എന്ന വേശ്യ ആ മതിലിൻ്റെ പുറത്താണ് താമസിച്ചത്. 2 ലെയറുള്ള പട്ടണം. അതിൻ്റെ മുകളിൽ പാർക്കുന്ന ദൈവത്തിന് സ്തോത്രം വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ദൈവത്തിന് സ്തോത്രം അതിന് നടുവിൽ പാർക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം അവിടെ ദൈവത്തിന് സ്തോത്രം യുദ്ധം ജനം നടന്നു പോകുമ്പോൾ അവിടെ ഒരുപക്ഷെ അതിൻ്റെ മുകളിലിരിക്കുന്ന സൈന്യമോ അല്ലെങ്കിൽ അതിൻ്റെ കാവൽ നിൽക്കുന്ന ആളുകളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഇവരെന്ത് മണ്ടത്തരാ കാണിക്കുന്നത്? യുദ്ധത്തിന് വരുന്നവർ മിണ്ടാതെ ആട്ടിൻകൊമ്പൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ച് അവർ കളിയാക്കുകയും അവർ കമൻറ്റുകൾ പറയുകയും ഒരുപക്ഷെ അവർ പുലഭ്യം പറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ പ്രതികരിക്കാനുള്ളൊരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആത്മീയ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആത്മസംയമനം ഉണ്ടായിരിക്കണം. ശത്രു നമ്മുടെ നേരെ എന്തെല്ലാം വെല്ലുവിളികൾ ഉയർത്തിയാലും ദൈവത്തിന് സ്തോത്രം ആ വെല്ലുവിളികളുടെ മുൻപിൽ നാം പതറിപ്പോകരുത്. ദൈവം നമ്മോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ഇതൊരു ആത്മീക യുദ്ധമായതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആത്മീക യുദ്ധത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ച് മുൻപോട്ട് പോയാൽ നമുക്ക് ആ യുദ്ധത്തിൽ തോൽവി ഉണ്ടാകത്തില്ല എന്നാണ് ആ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ സ്തുതിയുടെ ശക്തി നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എരിഹോ മതിൽ വീണത് എന്തെങ്കിലും ഒരു പ്രത്യേക ആയുധം ഉപയോഗിച്ചല്ല. എന്നാൽ എരിഹോ മതിൽ ദൈവത്തിന് സ്തോത്രം മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞ ഒരു പറ്റം ജനത്തിൻ്റെ വിജയമാണ്. സങ്കീർത്തനം 46-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു വാക്യമാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുകയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ യുദ്ധങ്ങളുണ്ടാകും. പിശാച് നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിലായാലും നമ്മുടെ ഭൗതിക ജീവിതത്തിലായാലും പിശാച് കൊണ്ടുവരുന്ന ഒത്തിരി യുദ്ധങ്ങളുണ്ടാകും. പക്ഷേ ആ യുദ്ധങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായി പറയുകയാണ്, മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിന് സ്തോത്രം 11-ാമത്തെ വാക്യത്തിൽ പറയുക, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ സൈന്യനായകൻ കർത്താവായതുകൊണ്ട് നാം മിണ്ടാതിരുന്നാൽ ദൈവം പ്രവർത്തിക്കും.
ദൈവത്തിന് സ്തോത്രം. നാം മിണ്ടാൻ തുടങ്ങിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തത്, നിങ്ങൾ മിണ്ടരുത്. 7 പ്രാവശ്യം എരിഹോ ചുറ്റി നടക്കുക. 7ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റിയ അനന്തരം 7ാം പ്രാവശ്യം കാഹളമൂതുവിനെന്ന് കർത്താവ് കൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കാഹളമൂതുക. ആ സമയത്ത് പട്ടണമതിൽ ഇടിഞ്ഞു താഴെ വീഴും. ആ ഇൻസ്ട്രക്ഷൻ അവർ പാലിച്ചു. ഭൗതികമായിട്ട് നോക്കിയാൽ നമുക്കൊരുപക്ഷെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ വിശുദ്ധന്മാർ അത് ഏറ്റെടുത്തു. ദൈവം പറഞ്ഞാൽ അതിന് മാറ്റം വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആ ദൈവപുരുഷന്മാർ അത് ഏറ്റെടുത്തത് കൊണ്ട് അവർ ആ യുദ്ധത്തിൽ ജയിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ പട്ടണം അതിൽ വീണു. ഞാൻ ആ സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട്. ആ പട്ടണം അതിൽ വീണ സ്ഥലത്ത് ഒരു കൽക്കൂമ്പാരം പോലും നമുക്ക് കാണാനില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ നേരെ ആ കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കമുള്ള മുഴുവൻ ജനവും 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾ നേരെ എരിഹോയിലേക്ക് കടന്നു വന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തടസ്സമില്ലാതെ. അതിൻ്റെ അർത്ഥം അത്രയും വലിയൊരു മതിൽ ഭൂമിയുടെ അധോഭാഗത്തേക്ക് താഴ്ന്നുപോയി എന്ന് വേണം നാം ധരിക്കാൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ യുദ്ധത്തിൽ നമ്മുടെ സൈന്യനായകൻ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ആ സങ്കീർത്തനത്തിൻ്റെ ഇടവിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സേല. ഏറ്റവും അവസാനം പറയുന്നത് സേല. സേല എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ അല്പം നിർത്തിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ഹിയർ ആൻഡ് മെഡിറ്റേറ്റ് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഭൗതികമായി നമ്മുടെ നോർമൽ സെൻസ് ഓർഗൻസ് വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഒരിക്കലും ഈ മതിൽ ഇടിയാൻ സാധ്യതയില്ല. പക്ഷെ നമ്മുടെ ആത്മിക കണ്ണ് തുറന്നു നോക്കിയാൽ, എലീശ പ്രവാചകൻ അഭിഷേകം പ്രാപിച്ച് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം 6-ാം അധ്യായത്തിൽ അരാം രാജാവ് അദ്ദേഹത്തെ പിടിക്കുവാൻ സൈന്യത്തെ അണിനിരത്തുന്നത് തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഗേഹസി കാണുകയുണ്ടായി. ദൈവത്തിന് മഹത്വം. എന്നാൽ ഗേഹസി പറയുന്നത്, യജമാനെ, നമ്മൾ തകർന്നു. കാരണം ദൈവത്തിന് സ്തോത്രം, നമുക്ക് ചുറ്റും വലിയൊരു സൈന്യത്തെ രാജാവ് നിർത്തിയിട്ടുണ്ട്. നമ്മളെ അവർ പിടിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊല്ലും. പക്ഷെ പ്രവാചകൻ പ്രാർത്ഥനാമുറിയിൽ നിന്നുകൊണ്ട് ആത്മാവിലൊരു ദർശനം കണ്ടു. ദൈവത്തിന് സ്തോത്രം, അവർക്കുള്ളതിനേക്കാൾ വലിയൊരു സൈന്യം അവിടെ ദൈവം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആ സൈന്യം മറ്റാരുമായിരുന്നില്ല, ദൈവത്തിൻ്റെ ദൂതഗണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എലീശ പറഞ്ഞു, നമ്മുടെ സൈന്യമാണ് കൂടുതൽ. ഗേഹസി പറഞ്ഞു, അല്ല യജമാനെ, ഞാൻ കാണുന്നത് അരാമ്യ പടക്കൂട്ടത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണ് തുറക്കുമാറാകണമേ. കർത്താവ് ആ പ്രവാചക ശിഷ്യൻ്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന മാത്രയിൽ അവൻ തിരിച്ചറിഞ്ഞു, അരാമ്യ പടക്കൂട്ടത്തേക്കാൾ എത്രയോ ഇരട്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ അണിനിരന്നിരിക്കുന്ന യുദ്ധഭൂമി. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. അവൻ യുദ്ധവീരനാണ്. നമ്മുടെ യുദ്ധങ്ങളൊന്നും നാം അല്ല ചെയ്യുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നമ്മുടെ ആത്മിക പോരാട്ടത്തിൽ നാം അല്ല, നമ്മുടെ കാർണൽ വെപ്പൺസ് അല്ല നാം ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്ട്രാറ്റജിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. അതിനകത്തൂടെ പോയാൽ നാം ജയിക്കുമെന്നുള്ള ഒരു പാഠമാണ് ഈ ഭാഗത്തുനിന്ന് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ദൈവം നിങ്ങളെ കാക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.